അധികാരം കൈയാളുന്നവരിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില വരികൾ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അത് ആ അധികാരം ആരാണോ കൈയാളുന്നത് അവരുടെ തന്നെ നേതാക്കന്മാർ വന്നു വളരെ വേടന്റെ ഭാഷയ്ക്ക് ശുദ്ധിയില്ല എന്ന് പറയുന്ന കാലത്തേക്ക് വന്നു. അപ്പൊ അത് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക്, രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്കല്ല, ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്താണ് രവിസാറിന്റെ അഭിപ്രായം? ഇപ്പൊ വേടൻ ഇഷ്യൂല് പലയിടത്തും കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു BJP-യുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അപ്പം അതുകൊണ്ട് ആ രാഷ്ട്രീയക്കാരൻ എന്നുള്ളത് നമുക്കതൊക്കെ മാറ്റിയില്ല. ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഇന്ന് ഒരു 4 വയസ്സായിട്ടുള്ള കുട്ടിയും 45 വയസ്സായിട്ടുള്ള ആളും വരയ്ക്കും. വേടൻ്റെ മുകളിൽ ക്രൈസാണ്. ദാറ്റ് ഈസ് കല. എന്ത് പറഞ്ഞു, ആരെ പറഞ്ഞു എന്നുള്ളതല്ല. അതിൻ്റെ മുകളിൽ നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഇതുപോലെ ഏതെങ്കിലും നേതാവിനെ പറ്റി പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കല പോയി. അപ്പൊ ഇന്ന് ഇത്രയും ക്രൗഡിനെ ഈ മനുഷ്യന് പുള്ളി ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ലീവ് അതിന് കലയായിട്ട് വിട്ടേക്കും. അതിൻ്റെ പേരിൽ പോയി കേസ് കൊടുക്കുന്നത് എൻ്റെ പാർട്ടി അത് എഗ്രി ചെയ്യുന്നില്ല. ഞാൻ പാർട്ടി പ്രസിഡന്റായിട്ട് പ്രസിഡന്റ് നോ, വി ഡോണ്ട് ഹാവ് ടു ഡു ഓൾ ദിസ് ബിക്കോസ് എന്നോ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിന് പേരിൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം അത് സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തിരുന്നത്. സോ അങ്ങനെ കലയെ കൊല്ലുന്ന രാഷ്ട്രീയം എനിക്കില്ല. ഞാൻ കലാകാരനാണ്. നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയുക, ചീത്തയാണെങ്കിൽ ചീത്ത എന്ന് പറയും. ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതെ, ഒരു കാര്യം പറഞ്ഞതിൻ്റെ ഒരു കലാകാരൻ ഒരു കലയെ സമീപിക്കുന്നത് 3 വിധത്തിലാണ് നമ്മളിവിടെ പ്രയോഗിക്കുന്നത്. ഒന്ന്, എനിക്കെന്തെങ്കിലും പറയാനുള്ളത് പറയാൻ ഒരു മീഡിയ തിരഞ്ഞെടുക്കുന്നു. മറ്റൊരു തരത്തിൽ ആലങ്കാരികമായിട്ട് പറയുന്നുണ്ട്, മനുഷ്യൻ്റെ മനോഹരമായ ഭ്രാന്തികളാണ് കലകൾ. ആ സ്വഭാവത്തോടുകൂടി ആ കലയെ കൃത്യമായൊരു മീഡിയത്തിൽ, അല്ലെങ്കിൽ ആ ഭ്രാന്തിനെ കൃത്യമായൊരു മീഡിയത്തിൽ സ്വഭാവത്തോടു കൂടി അടുക്കി പറയാൻ കഴിയുമ്പോഴാണ് അയാൾ കലാകാരനാണ്. ഒന്ന്, കലയെ സമീപിക്കുന്നത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം പറയുക. 2, ആ കലയെ തന്നെ സ്വയം നവീകരിക്കാനായിട്ട് ഉപയോഗിക്കുക. മുഴുവനായിട്ട് ആ കലയിൽ തന്നെ വ്യക്തിത്വം കാണാനായിട്ട് ഉപയോഗിക്കുക. 3ാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ കലയിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും സാമ്പത്തികമായിട്ട്. ഇതെല്ലാ മേഖലകളിലും ഉണ്ട്. പക്ഷെ കലയിൽ ഈ 3 രീതിയിലുണ്ട്. വേടൻ എന്ന് പറയുന്ന കലാകാരൻ അയാളുടെ മനസ്സിൽ അയാൾ ജീവിച്ച അയാളുടെ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് ആ മനുഷ്യൻ ആർജിച്ചെടുത്ത അദ്ദേഹത്തിൻ്റെ സമൂഹത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. ചിലപ്പോൾ അദ്ദേഹത്തിനോട് നേരിട്ട് വിളിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് പറയാൻ പറ്റിയെന്ന് വരില്ല, വാക്കുകളുണ്ടാവില്ല. പക്ഷെ അദ്ദേഹം ഒരു മീഡിയത്തിലൂടെ അദ്ദേഹത്തിന് ഏറ്റവും മനോഹരമായിട്ട് സംസാരിക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ്. അതിൽ നിന്ന് മറ്റെന്തെങ്കിലും വേടൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. കൃത്യമായില്ലേ? ഇതിനൊന്നും ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. സോ വേടന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഹി സ്പോക്ക് ലൈക്ക് ദാറ്റ്. ദാറ്റ് ഈസ് പീപ്പിൾ ഗോട്ട് ദാറ്റ് കിക്ക്. ഇതേ സംഭവം തന്നെയാണ് ഞാൻ പഠിച്ചുകൊണ്ടത്. വേടൻ കണ്ടതാണ്, അവൻ്റെ ലൈഫാണ് ആ പറയുന്നത്, പാടുന്നത് അവൻ്റെ വേദനകളാണെന്നുള്ളതെല്ലാം പറഞ്ഞില്ലേ? ഇത് തന്നെയാണ് ഒരു കലാകാരൻ. ഞാൻ പട്ടാളത്തിൽ കണ്ടതും കേട്ടതും അനുഭവിച്ചുമായിട്ടാണ് കീർച്ചക്രയിൽ കൂടി ഞാൻ കൊണ്ടുവന്ന് കാണിച്ചത്. സോ എനിക്കറിയാവുന്ന ഫീൽഡിനെയാണ് ഞാൻ എക്സ്പ്ലോയിറ്റ് ചെയ്തത്. അന്നാണ് നിങ്ങളൊരു യഥാർത്ഥ പട്ടാളക്കാരൻ എന്താണ്, ഒരു കോമാളിയല്ല, ഷോർട്ട് ഷോട്ട് പട്ടീനിയും കൊണ്ട് നടക്കാൻ പോകുന്ന ശങ്കരാചാര്യൻ്റെ ക്യാരക്ടേഴ്സിനെ പോലുള്ള ആളുകളല്ല പട്ടാളക്കാരെന്നുള്ളത് കണ്ടതും നിങ്ങൾ കീഴ്ച്ചക്രം. ബിക്കോസ് ഐ ഹാവ് ഗോൺ ത്രൂ ദാറ്റ്. ആ ലൈഫിൽ ഞാനൊരു പട്ടാളക്കാരനായി പട്ടാളത്തിൽ പോയി ചേർന്നതിന് ശേഷം ഞാൻ അനുഭവിച്ചതും പിന്നെ ഒരു കമാൻഡോ ആയിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ട കാശ്മീരും ഇന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള കാശ്മീരും ഇന്നിപ്പം ഇതിനെ ഞാനും എതിർത്തിരുന്നു. പെഹൽഗാമിൻ്റെ ആദ്യത്തെ എതിർത്ത വ്യക്തി ഞാനാണ്. ഫസ്റ്റ് ഡേ മാതൃഭൂമിയിൽ പറഞ്ഞത് ഞാനായിരുന്നു. ഇവിടെ ഇത് വർഗീയത വളർത്താൻ വേണ്ടിയിട്ടുള്ളൊരു മിലിറ്റന്റ് അറ്റാക്കായിരുന്നു. അതുകൊണ്ടാണ് ജാതി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ പാർട്ടിയൊന്നുമല്ല, ഒരു ഇൻഡിവിജ്വൽ പട്ടാളക്കാരൻ്റെ മൈൻഡാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഓരോ കലാകാരനും ചെയ്യുന്നത്. എനിക്കറിയാവുന്ന ഫീൽഡ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു തന്നാൽ അത് സക്സസ് ആവും. അതുകൊണ്ടാണ് ആ കേട്ട് സക്സസ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ കണ്ടിട്ടില്ല അത്. അതാണ് ഇപ്പം ഈ വേടൻ്റെ ഒരു ഹിറ്റ് എന്ന് പറയുന്നതാണ്. അതിനകത്ത് എവിടെയോ ശബ്ദത്തിലൊരു വേദന വരുന്നുണ്ട്. ഈ കുട്ടി ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നൽ. അത് പറയുന്നുമുണ്ട്.
പക്ഷെ അതിനകത്ത് ഈ പാർട്ടി പേര് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതില്ലാതെ തന്നെ ഹീസ് കൺവേയിങ് ദാറ്റ്. അപ്പോൾ അതിന് ആ ലെവലിൽ ഇങ്ങനെ പോയാൽ മതി. അല്ലെങ്കിൽ ഇപ്പം ഇതിനകത്ത് നിന്ന് എന്താണ് തെറ്റെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ആൾക്കാർ നടക്കും. സോ അതിന് വിട്ടുകൊടുക്കാതെ വേർ ഷുഡ് സിംഗ് ആൻഡ് എൻ്റർടൈൻ ദ പീപ്പിൾ വിത്തൗട്ട് ഹേർട്ടിങ് എനിബഡി. ഞാൻ എൻ്റെ സിനിമയിൽ ഒരിക്കലും ഒരാളെ ഹേർട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ പലരും എന്നെ മറ്റേ സംഘിക്കും ഇങ്കി എന്നൊക്കെ വിളിക്കും, കാരണം ഞാൻ വർഗീയനാണ് എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഏതെങ്കിലും ഒരു സിനിമയ്ക്കകത്ത് ഞാൻ വർഗീയത കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടെ എനിക്ക് പരിശോധിക്കും.